ബാലന്മാരും യുവതി യുവാക്കന്മാരും എല്ലാ നിലവാര ആളുകളും അതിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, വഞ്ചനകൾ പെരുകുന്നത് നമുക്ക് ദിനേനയുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുവാൻ ഇടയാകുകയാണ്. വഴിവിട്ട ജീവിതങ്ങൾ, കുടുംബത്തിന്റെ ഭദ്രത നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, അവരുടെ പ്രതീക്ഷകളെ താളം തെറ്റിക്കുന്ന നിലവാരത്തിൽ തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ ഈ നാളുകളിൽ വളരെ വർദ്ധിച്ചു വരികയല്ലേ പ്രിയമുള്ളവരെ? ഓർക്കുക, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് പറയുമ്പോൾ നാം ഇന്ത്യ രാജ്യത്ത് നിവസിക്കുന്ന ആ ജീവിതങ്ങളാണല്ലോ. നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ അതെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലെ എല്ലാ സഹോദരന്മാരും എൻ്റെ സഹോദരന്മാരാണ്, ഇന്ത്യൻ രാജ്യമാണ്. എല്ലാവരും ഇന്ത്യയിലെ ആളുകളെല്ലാം സഹോദരന്മാരാണ്. അത്രമാത്രം ബന്ധത്തിൽ മുന്നോട്ട് പോകാമെന്ന് പ്രതിജ്ഞ ഏറ്റു പറയുന്നവരാണ്. പക്ഷെ ഇതെല്ലാം തൃണവകൾ ഗണിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആ രാജ്യത്തെ വെട്ടിക്കീറുന്ന അനുഭവങ്ങൾ കാണാൻ കഴിയും. ഞാൻ പറയട്ടെ, എത്രയോ രാജ്യങ്ങൾ, 300-നടുത്തോളം രാജ്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഇപ്രകാരമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ കുറിച്ചല്ല, ഭരണ സംവിധാനങ്ങളെ കുറിച്ചല്ല ഞാൻ ഓർപ്പിക്കാൻ ഇടയാകുന്നത്. ആ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതേ, ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കി. 2 സബ്ജക്റ്റാണ് ഇവിടെ എടുക്കാനിടയായത്. ഒന്ന്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയല്ല. അതെ, മറ്റൊന്ന്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എനിക്കറിയാം, നമുക്ക് മുമ്പ് ജീവിച്ച പലരും ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടു. സ്വാഭാവിക മരണം, വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ, കുഴഞ്ഞു വീണ ആളുകൾ, അപകടത്തിൽപ്പെട്ട ആളുകൾ, മറ്റുള്ള ജീവനെടുത്ത അനുഭവങ്ങളെല്ലാം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും താൽക്കാലികമായി ഇവിടെ ജീവിക്കുന്നവരാണ്. ആ മണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, മതത്തിന് വേണ്ടി ഒക്കെയും അവിടെ എന്താണ് അക്രമങ്ങൾ, അത് വെട്ടിപ്പിടിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ രാജ്യങ്ങൾക്കെല്ലാം ഇളക്കങ്ങൾ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഭരണകൂടങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ ആയുഷകൾ ആ മാറ്റമുള്ളതാണ്, താൽക്കാലികമാണ്. ഇന്ന് ചോരത്തിളപ്പുള്ള യുവതിവാക്കളായിരിക്കാം, ആരോഗ്യമുള്ളവരായിരിക്കാം, സമ്പത്തുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം, സ്വസ്ഥതയില്ലാത്തവരായിരിക്കാം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം വെച്ചിരിക്കുന്നു. ഒന്നുകൂടി ഞാൻ ഇങ്ങനെ പറയാം, ഒരിക്കൽ ജനിച്ച് ജീവിച്ച വ്യക്തികൾക്കെല്ലാം എന്തോ ഉണ്ട്? മരണമുണ്ട്. മരണത്തോടെല്ലാം തീരുകയല്ല. ഒരു കൂട്ടം ആളുകൾ പറയും, ഇവിടെ തന്നെയാണ് നരകവും സ്വർഗവും. അത് നരകവും തുല്യമായി ജീവിക്കുന്ന ആളുകൾ ഇവിടെ കണ്ടേക്കാം. സ്വസ്ഥതയില്ല, സന്തോഷമില്ലാതെ ഡൈവേഴ്സിന്റെ വക്കീലും ആത്മഹത്യയുടെ വഴിവിട്ട അനുഭവത്തിലും ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷെ ഓർപ്പിക്കട്ടെ, എന്നാൽ സമാധാനം നൽകുവാൻ കഴിയുന്ന ദൈവരാജ്യത്തെ അവകാശം പ്രാപിക്കുവാൻ ഇടയാകുന്ന ഏക കാര്യം ഓർപ്പിക്കട്ടെ, അതെ ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. അതെ, ഓർപ്പിക്കട്ടെ, ഈ നിത്യ പാപത്തിന് ശമ്പളം മരണമാണ് പ്രിയമുള്ളവരെ. പാപിയല്ലാത്ത വ്യക്തികൾ ആരുമില്ല. വലിയ പാപിയോ ചെറിയ പാപിയോ നോട്ടീസിൽ പേരുള്ള അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പേരുള്ളവരും കുറവായിരിക്കാം. പക്ഷേ ഒരു നീതിമാൻ പോലും ഈ ഭൂമിയിൽ ഇല്ല പ്രിയമുള്ളവരെ. കാരണം മനുഷ്യവർഗം പാപത്തിൽ ദൈവകൽപ്പന ലംഘിച്ച അവസ്ഥയിൽ ജനിച്ച് ജീവിച്ച് പാരമ്പര്യപ്രകാരം മുന്നോട്ട് വരുന്ന വ്യക്തികളാണ്. ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ വരെയും പാപ സ്വഭാവങ്ങൾ അന്തർലീനമായിരിക്കുന്നു. അത് ഹോസ്പിറ്റലിൽ ഡിപ്രഷൻ ആയ ഒരു വ്യക്തിയെ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഈ അനുഭവമുള്ള ആളുകളുണ്ടോ? അല്ല, ഷുഗർ, മറ്റ് ചെറുതും വലുതുമായി ക്യാൻസർ പോലെ രോഗങ്ങൾ ബാധിച്ചവരുമായി ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പാരമ്പര്യത്തിലുള്ള ആളുകൾ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരോഗ്യ മേഖല, വൈദ്യശാസ്ത്രം അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യമാണ്, പാരമ്പര്യമായി നിലകൊള്ളുന്ന ചില ശാപങ്ങളുണ്ട്, ചില പാപങ്ങളുണ്ട്, ചില ആത്മഹത്യാ പ്രവണതകളുണ്ട് പ്രിയമുള്ളവരെ. ഇതിന്റെ അധീനതയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമാണ് സുവിശേഷം പ്രിയമുള്ളവരെ. അത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. വിഗ്രഹാരാധന പിറകിൽ ശാപമുണ്ട്. അത് മനുഷ്യവർഗം ദൈവങ്ങൾ ലംഘിച്ചപ്പോൾ പാപം ഭൂമിയിൽ കടന്നു വന്നു പ്രിയമുള്ളവരെ. ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ഈ ശാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ, വിടിയിക്കുവാൻ മോചനം നൽകുന്ന ഒരേ മാർഗമാണ്
സുവിശേഷം. ആ ഒരേ ഒരു വ്യക്തിയുടെ പേരാണ് ഈസാ നബി. ആ ഒരു വ്യക്തിയുടെ പേരാണ് യേശു ഭഗവാൻ. ആ ഒരു വ്യക്തിയുടെ പേരാണ് യേശു മശിഹ. അതെ, യേശു ക്രിസ്തു മാത്രമാണ് അതെ പാപത്തിൽ നിന്ന് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ ഭാഗത്ത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് മതക്കാരാണ് ചോദിക്കുന്നില്ല. നിങ്ങളിവിടെ ജനിച്ച് ജീവിച്ച വ്യക്തിയാണ് എങ്കിൽ ഓർപ്പിക്കട്ടെ, മനുഷ്യ നീ പാപിയാണ്, പാപത്തിന് ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞാൽ നരകത്തിന് നഗരമല്ല നരകം, നിത്യദണ്ഡനമുള്ള തീയും ഗന്ധവും കത്തുന്ന പോവുകയാണ്. അവിടുന്ന് മോചനം പ്രാപിക്കുവാൻ നമ്മുടേതായ കർമ്മങ്ങളോ ചെയ്തികളോ ക്രിയകളോ അനുഷ്ഠാനങ്ങളോ സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ആകാശം മാറും, ഭൂമിക്ക് മാറ്റം വന്നാലും ഈ തിരുവെഴുത്തുകൾക്ക് മാറ്റമില്ല. ഇപ്രകാരമുള്ള സാത്താനും ദൂതന്മാർക്ക് ഒരുക്കപ്പെട്ട ഈ നിത്യ അഗ്നിയിലേക്ക് മനുഷ്യവർഗം നിബന്ധിച്ചു പോകാൻ ഇടയാകാതെ വണ്ണം ഈ മനുഷ്യവർഗത്തെ സ്നേഹിച്ച് ദൈവനീതി നടപ്പിലാക്കിയ ഏക മാർഗമാണ് പാപത്തിന് ശിക്ഷ കൊടുത്തത്. പാപമില്ലാതെ ജഡാവതാരം എടുത്ത് ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരു വ്യക്തിയുണ്ട്. കാലഘട്ടത്തെ BC എന്നും AD എന്നും രണ്ടായി വേർതിരിച്ച് അത് 2026 ജൂലൈ മാസം 1 എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ജഡാവതാരം എടുത്തു. ഞാനിങ്ങനെ പറയാറുണ്ട്, താൻ ജനിക്കുന്നതിന് മുൻപേ ചരിത്രമുള്ളവനാണ്. തന്റെ ജനനം കൊണ്ട് ജീവിതം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചവനാണ്. താൻ ഇവിടെ ജനിച്ചു ജീവിച്ച ചരിത്രമാണ്. പ്രിയമുള്ളവരെ, താൻ നന്മ ചെയ്തു, വിശക്കുന്നവന് അപ്പം കൊടുത്തു, 5 അപ്പവും 2 മീനും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് 5000-ൽ പരം ആളുകൾ ഭക്ഷിച്ച് 12 കുടം ശേഷിപ്പനിടയായി. ഒരിക്കൽ 7 അപ്പവും കുറെ മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് അത് 4000-ൽ പരം ആളുകൾക്ക് പോഷിപ്പിച്ച് 7 വെട്ടി വിറച്ചെടുത്തു. ഓർക്കുക, യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുവാനിടയായി, യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുവാനിടയായി, 4 ദിവസമായി കല്ലറടക്കം ചെയ്ത ലാസറിനെ ഉയർപ്പിപ്പനിടയായി. ഇതുവരെയും ചരിത്രത്തിൽ അത് കാണുവാൻ ഇടയാകാതെ മറ്റൊരാളില്ല. പ്രിയമുള്ളവരെ, ഓർപ്പിക്കട്ടെ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, കുരുടനെ കാഴ്ച കൊടുത്തു, ചെകിടനെ കേൾവി കൊടുത്തു, ഊമനെ സംസാരിക്കുമാറാക്കി, കാറ്റെ കടലെ അടങ്ങുന്നു പറഞ്ഞപ്പോൾ അത് ശാന്തമയുടെയായി. ഓർപ്പിക്കട്ടെ, മനുഷ്യവർഗത്തിന് മുഴുവൻ പാപവും കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ച് അയച്ച് വിണ്ണിൽ നിന്ന് മണ്ണിൽ അവതരിച്ച് ജീവിപ്പനിടയായി. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും മരണം കൊണ്ട് കല്ലറ കൊണ്ട് സകലം തീർന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ ജീവിതം മനുഷ്യവർഗത്തിന് വേണ്ടി കഷ്ടമേറ്റ് പീഡയേറ്റ് 3 നാടികളിന്മേൽ തൂക്കപ്പെട്ട് മരിപ്പനിടയായി. ഓർക്കുക, താൻ ജീവനോടിരിക്കെ പറവാനിടയായി. ഈ മന്ദിരം പൊളിപ്പി 3-ാം ദിവസം ഞാൻ വീണ്ടും പണിയും. സമൂഹത്തിന് മനസ്സിലായില്ല പ്രിയമുള്ളവരെ, എന്നെന്താ സംഭവിച്ചത്? യേശു ക്രിസ്തു ഇതിനെ അടക്കം ചെയ്തപ്പോൾ താൻ ഉയർക്കുമെന്ന് ബോധ്യമായതുകൊണ്ട് ഭരണകർത്താക്കൾ, സമുദായ നേതാക്കന്മാർ, റോമ ഗവൺമെന്റ് യേശുവിനെ അടക്കന്റെ കല്ലറയ്ക്ക് സീല് വെച്ച് പ്രിയമുള്ളവരെ പട്ടാളത്തെ കാവൽ നിർത്തി. ഈ ചരിത്രത്തിൽ മറ്റൊരാൾ ഉണ്ടോ പ്രകാരമുള്ളത്? എന്താ സംഭവിച്ചത്? കല്ലറയ്ക്ക് സീല് നിൽക്കുമ്പോൾ, പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ, ആഴ്ചയുടെ 1-ാം ദിനം കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയായി. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു 40 നാളോളം ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നു എന്ന് തെളിയിപ്പിടയായി. അതിനുശേഷമായി സ്വർഗാരോഹണം ചെയ്തു. യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുകയാണ്. ഓർപ്പിക്കട്ടെ, തന്നെ സ്വീകരിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തിക്കുകയാണല്ലോ, അതെ, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശനം വേണമോ? ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച് അംഗീകരിച്ച് അവന്റെ കൽപ്പന പ്രകാരം വിശ്വാസ സ്ഥാനം പ്രാപിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് ജീവിക്കുന്ന വ്യക്തികൾ മാത്രമേ ദൈവരാജ്യത്തിന് അവകാശിയായി മാറുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ പാപം ചെയ്ത് അനീതി ചെയ്ത് ദുഷ്ടത ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല.
അതുപോലെ ഒരു കൂട്ടം ആളെ കുറിച്ച് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവരുടെ ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോവുകയത്രേ. പ്രിയമുള്ളവരെ, ആ നരകത്താൽ തീ പിടിക്കാൻ പോകുകയാണ്. ആ നരകത്തിയിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കാൻ കഴിയുന്ന ഏക മാർഗമാണ് സുവാർത്ത, സുവിശേഷം, ഇഞ്ചീൽ. പ്രിയമുള്ളവരെ, ഓർക്കുക, മറ്റ് സകല പ്രവാചകന്മാരുടെയും അവതാരങ്ങളുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേൽച്ച തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. പറയട്ടെ, യേശുവിനെ കർത്താവാണെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നിത്യ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും. വിശ്വാസത്താൽ ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ രക്ഷയുടെ സുവിശേഷം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പറവരുടെയായി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അതെ, സുവിശേഷം സകല സൃഷ്ടികളും കേൾക്കണമെങ്കിൽ പൊതുസ്ഥലങ്ങളിലും വിജനമായ സ്ഥലങ്ങളിലും പട്ടണങ്ങളിൽ എല്ലാം കടന്നു ചെന്ന് ഈ സന്ദേശം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ഇതെല്ലാ കാലം ഉണ്ടാകുകയില്ല. യേശുക്രിസ്തുവിന്റെ വരവ് വരെയുമാണ് ഈ സന്ദേശം കേൾക്കുവാൻ ഇടയാകുകയുള്ളൂ. അതിനുശേഷം തന്റെ സഭ മാറ്റപ്പെട്ട ശേഷം ആ വാർത്ത കേട്ടിരുന്നെങ്കിൽ ആഗ്രഹിച്ചാൽ ലഭ്യമാകുകയില്ല എന്ന് ഓർക്കുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിലുള്ള ദാഹമല്ല, ദൈവം കേൾക്കുമ്പോൾ ആർത്തിയും വിശപ്പും ദേശത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ദാഹിക്കുന്നവർ വരട്ടെ, അധ്വാനിക്കുന്നവർ ഭാരതമായുള്ള എല്ലാവരും എന്നിലേക്ക് വരുവീൻ. അതെ, ദാഹിക്കുന്നവർ വന്ന് കുടിക്കട്ടെന്നാണ്. അതെ, പാപിനിയായ സ്ത്രീയോട് പറയുകയാണ്, നിന്റെ കുടിപ്പാൻ ചോദ്യം ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു. ഇവിടുത്തെ വരാതെയും ദാഹിക്കാതിരിക്കുവാൻ. അത് യേശുവിന്റെ അടുക്കൽ വന്ന് പാപത്തിന് പരിഹാരം ലഭിച്ച, ശാപത്തിൽ മോചനം പ്രാപിച്ച, ദാഹം ശമിക്കപ്പെട്ട വ്യക്തികളാണ് ഞങ്ങൾ. ഓരോരുത്തരും പ്രിയമുള്ളവരാകിയാൽ ഓർപ്പിക്കട്ടെ, ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഈ നിത്യരക്ഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷയിലാക്കി തീർക്കുന്ന, മതത്തിലേക്കല്ല രക്ഷയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ചേർക്കുന്ന ഏക മാർഗമാണ് സുവാർത്ത, സുവിശേഷം, ഇഞ്ചീൽ. ആകയാൽ അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനടുക്കൽ ചെന്ന് അവനോടും അവനോട് കൂടെ അത്താഴം കഴിക്കും. ആകയാൽ ഈ ദൈവരാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നുകൂടെ പറയട്ടെ, യേശുക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരാൻ പോകുകയാണ്. 1000 ആണ്ട് വാഴ്ച ഒരു രാജാവ് നീതിയോടെ വാഴും. ആ ഭരണത്തിൽ നിങ്ങൾക്ക് അവകാശം ലഭിക്കണമെങ്കിൽ യേശുവിനോട് കൂടെ, വിശുദ്ധന്മാരോട് കൂടെ, ദൂതന്മാരോട് കൂടെ, അത് സമുദ്രം മുതൽ സമുദ്രം വരെ, ഭൂമിയുടെ അറ്റം മുതൽ അറ്റം വരെ ഈ ലോകത്തെ ഭരിച്ച് തുടക്കമുള്ള ഒടുക്കമുള്ള 1000 വർഷം അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. നിത്യകാലം ദൈവത്തോടു കൂടെ വസിപ്പാൻ നിങ്ങൾക്കൊരു ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും